ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖാണ് വിചാരിക്കുകയാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സുഹൃത്തായ ഓഫ് റോഡ് കിങ് അംജദ് അങ്ങനെ റേസിൽ ആദ്യമായി വിജയിച്ചിരിക്കുകയാണ്. അംജദ് നിസാര റേസ് ആയിരുന്നില്ല, നിസാര വിജയമായിരുന്നില്ല. കോയമ്പത്തൂർ പോയി 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഒക്കെ നേടിയിട്ടാണ് വന്നിട്ടുള്ളത്. ചാമ്പ്യൻഷിപ്പ് ആൾ അടിച്ചേക്കാണ്. ഇനി ഓഫ് റോഡ് കിങ് അംജദ് അല്ല, ചാമ്പ്യൻ അംജദ് എന്ന അംജദിന്റെ പേര് ഞങ്ങൾ മാറ്റാൻ പോവാണ്. കിഡിലനായിരുന്നു, ഭയങ്കര എന്താ പറയുക. അംജദിന്റെ പേരൊക്കെ ഞങ്ങൾ ഇന്നലെ കോയമ്പത്തൂരായിരുന്നു, അവിടെ വെച്ചിട്ട് പ്രൈസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഓറ ഫീൽ ചെയ്തിരുന്നു. നമ്മൾ അംജദൊക്കെ ഇത്ര സംഭവമായിരുന്നു എന്ന് പോലും ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് ഇത്രയും കഴിവുണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി. അപ്പൊ എന്തായാലും നമ്മളെ ഫോളോവേഴ്സ് ഇത്രയും കാലം ഭയങ്കര വിഷമത്തിലായിരുന്നു. ഈ പഹയൻ എന്താ വിജയിക്കാതെ, ഇവനിക്ക് കഴിവില്ലേ, എന്തിനും ഇവനിങ്ങനെ തോൽക്കണം വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം വെച്ചിട്ട് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ഗൈസ്, ഞാൻ കരുതി കൂട്ടി തോൽപ്പിക്കണേ, അവർക്ക് കഴിവില്ലാത്തതിന്റെ പ്രശ്നമായിരുന്നോ? അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അംജദിന് കഴിവുണ്ട്, അംജദ് കഴിവ് തെളിയിച്ചു. സൗത്ത് ഇന്ത്യയിൽ കോയമ്പത്തൂർ വെച്ച് നടക്കുന്ന റേസിന് ബാംഗ്ലൂരിൽ നിന്ന്, നോർത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് എല്ലാവരെയും അംജദ് തോൽപ്പിച്ച് കളഞ്ഞ് അംജദ് ചാമ്പ്യൻ ആയൊക്കെയാണ്. വെറും ചാമ്പ്യൻ അല്ല, 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നേടിയൊക്കെയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അംജദിനെ എപ്പോഴും ഞങ്ങൾ കളിയാക്കാറുണ്ട്, തോൽവി പരാജയം വെറുതെ പൈസ കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞാൻ കളിയാക്കാറുണ്ട്. ഒക്കെ അംജദ് പ്രൂവ് ചെയ്തു. അപ്പം അംജദിന് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ കൊടുക്കണ്ടേ? അപ്പോൾ നമ്മളുടെ മെയിൻ എന്താ, സർപ്രൈസ് തന്നെയാണ്. അംജദിനെ അറിയില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്ന കാര്യം. നമ്മൾ സർപ്രൈസ് ആയിട്ട് അംജദിന് ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യണതിൻ്റെ തിരക്കിലായിരുന്നു. ഫൈനൽ സ്റ്റേജിലാണ്, ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ പരിപാടി എന്താണെന്ന് ഞാൻ പറയാം. കിഴിപ്പുള്ളിക്കരയിലുള്ള, തൃശ്ശൂർ ജില്ലയിൽ കിഴിപ്പുള്ളിക്കരയിലുള്ള റിവറി ബൈ കനോളി എന്ന് പറഞ്ഞിട്ടുള്ള പേട്ട പ്രോപ്പർട്ടിയാണ്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. പക്ഷേ രാത്രിയാണ് നമ്മൾ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 10-25 പേര്, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു 25 കോമൺ ഫ്രണ്ട്സിനെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാ പരിപാടിക്കും ഇങ്ങനെ പ്ലാൻ ചെയ്തതിന് ശേഷം ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങളെല്ലാവരും അവനെ, നിനക്ക് കഴിവുണ്ടാ, നീ എന്തിനാണ് വെറുതെ പൈസ നിന്നെ കൊണ്ടൊന്ന് കൂട്ടിയെ കൂടൂല, അങ്ങനെയൊക്കെ കുറെ കളിയാക്കിയിരുന്നു. ഇനി ഞങ്ങൾക്ക് പോലും അവനെ ഫേസ് ചെയ്യാൻ മാനസികമായിട്ട് പറ്റണില്ല. കാരണം ഇനി ഭയങ്കര റേസ് ജയിച്ചതിന് ശേഷം എന്താ പറഞ്ഞതെന്നറിയോ, MD അടുത്ത് വേഗം ചായക്കോപ്പയ്ക്ക് കൂടെ വരാൻ പറയും, കോയമ്പത്തൂരിൽ നിന്ന് ആദ്യം കാണണ്ട ഇവനെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവൻ അംജദ് റേസ് ജയിച്ചു കഴിഞ്ഞാൽ മൊട്ട അടിക്കുന്നവരെ പറഞ്ഞിരുന്ന അത്ര ഷുവറായിരുന്നു. അംജദ് ജയിക്കൂല എന്ന് ഞങ്ങൾക്ക് അത്ര ഷുവറായിരുന്നു. പക്ഷെ എല്ലാം തകർത്ത് കളഞ്ഞു. അംജദ് കപ്പെടുത്തു, ചാമ്പ്യനായി അല്ലേ. ഇനി തൊട്ട് ഓഫ് റോഡ് കിങ് അംജദ് അല്ല, അംജദിന്റെ പേര് ചാമ്പ്യൻ അംജദ്. പറയൂ അംജദിന്റെ പേര്, പേര് പറയാം. അംജദിന്റെ പേര് ഇനി എന്താ? ചാമ്പ്യൻ അംജദ്. അംജദിന്റെ പേരെന്താ? യെസ്, ഇനി തൊട്ട് ചാമ്പ്യൻ അംജദ് ആണ്. നമ്മളെ പേര് അംജദിനെ മാറ്റി ചാമ്പ്യൻ അംജദ് എന്നാക്കി. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കും. അംജദിനെ കണ്ണ് കെട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കണ്ണ് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ വെച്ചിട്ട് നാസിക് ഡോൾ പരിപാടികൾ, പടക്കം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിനിടയിൽ വെച്ചിട്ട് കണ്ണോട്ട് തുറക്കണതിന്റെ കൂടെ നാസിക് ഡോള് അടിച്ചു പൊട്ടിക്കുക, അവനെ അങ്ങോട്ട് പേടിപ്പിക്കും. പിന്നെ കേക്ക് മുറി, ഫുഡ് കഴിക്കുക, പിരിയുക. വളരെ ചെറിയൊരു പരിപാടിയാണ്. പക്ഷെ അംജദിന്റെ ജയം എനിക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം എൻ്റെ പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അംജദ് ഒന്ന് ജയിച്ച് കാണാന്നുള്ളത്. സോ ആ ജയിച്ച് കാണുന്ന മൊമെന്റ് നമ്മൾ അത്രയും സ്പെഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സെലിബ്രേഷൻ കളറായിട്ട് തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമയം ഓൾമോസ്റ്റ് 7:30 നമ്മളെ പരിപാടി തുടങ്ങാനായിട്ടുണ്ട്. എനിക്കൊരു ഐഡിയ ഇല്ല അംജദ് സർപ്രൈസ് ആവില്ല എന്ന്. കാരണം യൂഷ്വലി നമ്മൾ ചെയ്യണ പോലെ കണ്ണടച്ച് കൊണ്ടുപോകും. അംജദിന് എന്തായാലും അറിയാം എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നത്. കാരണം ഇന്നലെയാണ് അംജദ് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണത് ലൈക്ക്, എടാ ദുബായിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ഭയങ്കര വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ അംജദ് വിചാരിക്കുക ഇബു വന്നിട്ടുണ്ടെന്നായിരിക്കുള്ളൂ. അങ്ങനെയൊക്കെ അംജദ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എവിടെയെന്ന് ഞാൻ ചോദിക്കും. അംജദ് കൂടെയുള്ള എല്ലാവരും കണ്ണ് കെട്ടിയിട്ട്, എല്ലാവരും സർപ്രൈസ് ആക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും കണ്ണ് കെട്ടണം, ഫേക്ക് ചെയ്യും. എന്നിട്ട് അവനെ മാത്രം കെട്ടിയിട്ട് നേരെ കൊണ്ടുവരാ, പരിപാടി ചെയ്യാം. വിളിക്കട്ടെ ഏട്ടാ. അംജദ് പജ്മാൻ എന്നാണ് ഇപ്പൊ ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. ഇനി അംജദ് ചാമ്പ്യൻ എന്നൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. ഹലോ, അസ്സലാമലൈക്കും. എവിടെയാണ് സുഹൃത്തെ? ആര് വീട്ടില്? കൂട്ടുകാരന്റെ വീട്ടില്. എവിടെയെന്ന് പറയും, സ്ഥലം പറയും. കല്ലുംകടവ്. സനൂപിന്റെ വീട്ടിലാണോ? ഓക്കെ. അപ്പോ നമുക്കേ വേണ്ടപ്പെട്ട ഒരാള് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. അവിടെ ആരൊക്കെയുണ്ട്?
ഓക്കെ, ഒന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ ദുബായിന്ന് എത്തിയിട്ടുണ്ട്. വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അത് കണ്ടപ്പോ ഞാൻ ആകെ സർപ്രൈസ് ആയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആണ്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കണ്ണ് കിട്ടുണ്ടാ. ആളെ കണ്ടിട്ട് എന്റെ തന്നെ കിളി പോയി. ഓക്കെ, നമ്മൾ ഒട്ടും വിചാരിക്കില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ എത്തിയിട്ടുള്ള. ക്ലൂ ഉണ്ടോ? എനിക്ക് വല്ല ഊഹിക്കാൻ പറ്റുണ്ടോ ആരാന്ന്? എല്ലാവർക്കും അറിയണതാ. ഇല്ല അത് പറയില്ല. ഇപ്പൊ വരട്ടെ ഞാൻ. ഓക്കെ, അത് എവിടുന്നാ ഞാൻ പറയില്ല. ചിലപ്പോ ദുബായ് ആവാം, അല്ലെങ്കിൽ UK ആവാം, സൗദി ആവാം, ഒമാൻ ആവാം. എവിടുന്നാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വീടൊന്നും അതും പിന്നെ അന്നാ ഞാൻ ആളുടെ പേര് പറഞ്ഞാ പോരെ. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വല്ല ഗെയിം ആക്കാം നമുക്ക് വേണമെങ്കിൽ. കണ്ണടക്കി കഴിഞ്ഞിട്ട് അവനെ തൊട്ട് നോക്കിയിട്ട് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 10,000 രൂപ തരാം. അപ്പൊ ഞാൻ വരുന്നുട്ടാ. ഞാൻ വരുന്നു. അമ്മേനും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പൊട്ടനെ പോലെ അവനെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. ഇനി അംജന്റെ ഉമ്മാനെ എടുക്കാനുണ്ട്. അംജന്റെ ഉമ്മാനെ എടുക്കുക. അപ്പൊ നമ്മൾ ചാമ്പ്യൻ അംജന്റെ ഉമ്മാനെ പിടിച്ചിട്ടുണ്ട്. ഉമ്മ ഇങ്ങോട്ട് നോക്കൂ, ഒരു ഹായ് തരൂ. ഉമ്മാനെ ഞങ്ങൾ വേറൊരു വീട്ടിൽ നിന്ന് പൊക്കിയതാണ്. ഉമ്മാക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ ഇങ്ങനെ ഒരു പരിപാടിനെ പറ്റിയിട്ട്. അപ്പൊ അംജദിന്റെ വിചാരം ഇബു ദുബായിന്ന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നൈസല് ദുബായിന്ന് വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി നിർത്തിയാലാണ് അംജദിന് മനസ്സിലാണെങ്കിൽ അമ്മ ഭയങ്കര കുറ്റബുദ്ധി നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. കാരണം ഞാൻ എന്ത് പരിപാടി ഒപ്പിക്കണത് അംജദിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പ്രോപ്പർട്ടിയിൽ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. നാസിക് ഡോൾ ടീം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ഉമ്മാനെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ പ്രോപ്പർട്ടിയിൽ സനൂപിന്റെ വീട്ടിൽ പോയി എല്ലാവരും കണ്ണ് കെട്ടി കൊണ്ടുവരും. നാസിക് ഡോളിന്റെ അടി വെച്ചിട്ട് അവന്റെ കണ്ണുറക്കും. നിങ്ങളെടുത്ത് അവിടെ നിൽക്കാല്ലോ പറഞ്ഞേ. വായോ അംജദിനൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? വീണ്ടും കയറണ്ട ഇവിടുന്ന് മതി. ഓക്കെ, അതെ സനു പോയോ? നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാള് എത്തിയിട്ടുണ്ട്. അത് ഞാൻ പറയില്ല ആരാന്ന്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞില്ലേ. അപ്പോ നിങ്ങളെല്ലാവരും കണ്ണ് കെട്ടിയിട്ട് പിന്നെ എല്ലാവർക്കും സർപ്രൈസ്. അവനെ തൊട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അവനെ പ്രഡിക്റ്റ് ചെയ്യണം. ഒരാൾക്ക് ഞാൻ 10,000 രൂപ തരും. അപ്പൊ തന്നെ തരും 10,000 രൂപ. റെഡിയാണോ? എന്താ 10,000 ആവശ്യം? അപ്പൊ വായോ, നമുക്ക് ആദ്യം ഒറ്റ ചോളല്ല, എല്ലാരും 2 ചോളം കൂടി എടുക്ക്. ഇവനെ കേട്ടോ, ഇത് കാണും. കള്ളത്തരം കാണിക്കരുത്. ഇത് കാണും. ഓക്കെ, സനൂപിനെ കേട്ടോ. നിക്കട മോനെ, ഞാൻ കേട്ടാ സനൂപിനെ ഞാൻ കേട്ടാ. ഓക്കെ, അയ്യോ ഇത് കെട്ടാൻ പറ്റില്ലല്ലോടാ. ഞാൻ കാണണ്ടാ ദുഷ്ടാ. നീ ഇവിടെ നിക്കട്ടാ, ഞാൻ കാണിക്ക്. ഞാൻ സനൂപിന്റെ കേട്ടെ. അമർത്തിക്കട്ടല്ലേ പിന്നല്ലാണ്ട് കാണണ്ടോ? അയ്യോ മൂക്ക് വേന എടുക്കണ്ട. അയ്യോ നിങ്ങക്ക് കാണണ്ടടാ. നിങ്ങക്ക് കാണണ്ട? നിങ്ങക്ക് കാണണ്ട? സത്യം പറഞ്ഞോ? നിനക്ക് കാണില്ലല്ലോ. നിനക്ക് കാണണ്ട? നിനക്ക് കാണില്ലല്ലോ. ഇല്ല, മൈക്ക് എവിടെ? കാണില്ലല്ലോ. നിന്റെ കണ്ണ് കിട്ടിയിട്ടില്ലേ? ഇതെത്ര? 5. ഇതെത്ര അംജദേ? സനൂപ എവിടെ? നീ കാല് തട്ടി വീഴും. അതിനെ കാണ്ടിരിക്കും ഒരു ഭാഗത്ത്. കാണില്ല, പിടിക്കാറില്ലോ. പിടിക്കണ നിന്നെ പിടിച്ചെടുക്കണോ വന്ന വരെയാക്ക്. ഫസ്റ്റ് ആരെടുത്താ ചോദിക്കണ്ടേ? എന്റെ അടുത്ത്. നിന്റെ അടുത്തല്ലേ? വാ. എന്താണ്? വാ, ഇവനെ പിടിക്ക്. സനൂപിനെ പിടിക്ക്, വീഴും. MD ഒരാൾ പിടിക്ക്. പിന്നെ MD കണ്ണടിച്ചിട്ട് സൂപ്പറായിട്ട് നടക്കാൻ നമിച്ചത്. പിടിച്ചാ നിന്റെ കൈ കിട്ടും. എന്താ അല്ല, അത് നടക്ക്. അല്ലല്ല, ആള് വേറെ സ്ഥലത്താ. കടക്കാൻ പറ്റില്ല. ആള് ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല, അവന് ഇവിടെ ഇരുന്നോട്ടെ. വാ കേറ്.
തലയിടിച്ചല്ല ഇപ്പൊ അല്ലല്ല മൊമ്മല്ല വേറെ ആളാണ് എനിക്ക് മൊമ്മൂന് മനസ്സിലായി വണ്ടി കണ്ട് ശബ്ദം ഓ ബ്രില്യൻറ്റ് വാ 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 ആളിവിടെ അല്ല ഇപ്പൊ 10,000 രൂപ ഇപ്പൊ 5 ഫസ്റ്റ് തൊടാണെങ്കിലേ 5-ന് മനസ്സിലായി അപ്പൊ ഫസ്റ്റ് അവൻ കിട്ടാൻ അവന് 10,000 കിട്ടൂലേ അതൊരു ഡൗട്ടാണല്ലോ അംജിതേ കിട്ടും അല്ല ആദ്യം ടോസ് ഇടാ ഞങ്ങളെ മാറ്റി ടോസ് ഇടാ ഓക്കെ കാണണ്ട അംജീന് വല്ലോ എം ഡിക്കാ പ്രാഗൊന്നല്ല മോനെ വണ്ടിയാണ് പിന്നെ അല്ലാണ്ട് വേറെ സ്ഥലത്താണ് ഞാൻ വരാ നീ പറഞ്ഞു കൊടുത്തില്ല അംജദ് ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നീ ഇവരുടെ അടുത്ത് എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളേ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളേ ആരോ വരുന്നുണ്ട് ഓക്കെ സനൂപ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ദുബായിന്ന് വന്നിട്ടുണ്ട് ആളെ ഗസ് ചെയ്യണം നീ ഫസ്റ്റ് ഗസ് ചെയ്യണമെങ്കിൽ 10,000 രൂപ തരും വേറെ ആരും ഇല്ല ഇപ്പൊ ഇപ്പൊ ഉണ്ടാവും പിന്നെ ആരുണ്ടാവാ പിന്നെ ഷഹലുണ്ടാവും ഷഹലുണ്ടാവും ഷഹലിനൊക്കെ വിളിച്ചോ പറസാനെ വിളിച്ചു അടിയണില്ല എം ഡിക്ക് ആരായിരിക്കുന്ന തോന്നണേ ഇവനെ തോന്നണേ അല്ലേ എന്താ ഇവനെ അല്ല ആരാണെങ്കിലും 10,000 രൂപ ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്നിട്ടുണ്ട് അത് കൊടുക്കും പക്ഷെ എനിക്ക് ഉറപ്പാണ് 3 പേരും തോൽക്കാനുള്ള ചാൻസ് ഉള്ളു മമ്മൂക്ക് എന്താ തോന്നണേ സർപ്രൈസ് ആവില്ല മണ്ട ആളെ കണ്ടു കഴിഞ്ഞാൽ ഇവര് ശരിക്കും ഞെട്ടും ഭയങ്കര സർപ്രൈസ്ഡ് ആവും ചിലപ്പോ കരയാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടാ അംജദേ മമ്മോ ഇവര് പറയാൻ ചാൻസ് ഉണ്ട് ചാൻസില്ലേ ചാൻസ് ഉണ്ട് മൂന്നാളും പറഞ്ഞ സ്പ്ലിറ്റ് ആക്കോ അത് ഓക്കെ അതല്ല 3 പേരെ കൊണ്ടും ആളെ തൊടിയിപ്പിക്കുക ഫസ്റ്റ് തന്നെ ഓക്കെ അപ്പൊ തന്നെ പറയരുത് കേട്ടാ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സ്ഥലത്തട്ടെ എന്നിട്ട് ബാക്കി പരിപാടിയാണ് മൊത്തം പോത്തായില്ലടാ ഒരു പൂത്തിരി കത്തിക്കാൻ എനിക്ക് അറിയില്ലേ വേണ്ട ട്രൈൽ അടിച്ചു നോക്കാം പകരണ്ടാവുന്നില്ല ഓക്കെ അപ്പൊ സെറ്റില്ല അവനെ വിളിക്കട്ടെ ഓക്കെ അവനെ വിളിച്ചിട്ട് വരാം അംജദിനെ വിളിക്കാൻ പോവാണ് അംജദ് ആകെ വണ്ടറായി പോവും കാരണം അംജദിനെ അറിയില്ല ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉള്ള കാര്യം പോലും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അംജദിന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അംജദ് എപ്പോഴും ഭയങ്കര സർപ്രൈസ്ഡ് ആവുന്ന ആളാ വാ പറഞ്ഞിരിക്കുന്നോ കിട്ടൂലേ LC പിടിച്ചു തരാൻ ഒരാൾ വേണോ LC പിടിച്ചു തരാൻ ഒരാൾ വരാല്ലേ അപ്പേ ഇതാ ഈ നാസിക് ഡോളിന്റെ ടീമിനൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല അംജദ് സർപ്രൈസ് ആവോ ഇല്ലേന്ന് അംജദ് അങ്ങനെ സർപ്രൈസ് ആവേണ്ട ആളാണ് വായ് ഗ്ലാസ് ഇറക്ക് എന്താ ആളെ കൊണ്ടുവന്നാ ഇല്ല ആളെ പെടുത്തിയിട്ടില്ല എന്താ 5,000 രൂപ തരാന്ന് പറഞ്ഞു സനൂപ് 5,500 പറഞ്ഞു ഇതായി അംജദ് 6,000 ആക്കണ്ട അപ്പൊ 6,000 അംജദ് 6,000 തരാന്ന് വേണ്ട നിങ്ങളോട് ചർച്ച ചെയ്യും ഞാൻ ആളോട് ചർച്ച ചെയ്യാം അംജദ് അല്ലെങ്കിലും ഭയങ്കര ബിസിനസ്സുകാരനാ വായ അംജദ് ഇറങ്ങ് സനൂപിന്റെ കൈ പിടിക്കും ഒരാള് MDയുടെ കൈ പിടിക്കും ഒരാള് പിടിച്ചിറങ്ങ് സനൂപ് സനൂപിന് കാണുന്നുണ്ടോ വല്ലതും MDക്കും കാണില്ലല്ലോ പിടിച്ചിറക്കിട്ടാ ഇവരെ പിടിക്കുക എല്ലാരും പിടിക്കട്ടെ ഇവരെ കാരണം അവർക്ക് കണ്ണ് കാണൂലേ എന്തിനാണ് നീ പേടിക്കണേ നിനക്ക് എന്നെ വിശ്വാസമില്ലേ നിനക്ക് എന്നെ വിശ്വാസമില്ലേ ഇല്ല ഈ ചെറുള്ള ആളിരിക്കണേ പണി കിട്ടിട്ടിരിക്കണേ വായോ സ്ഥലത് വാഴ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അംജദേ കൈ പിടിക്ക് സനൂപ് MD എല്ലാരും കൈ പിടിക്ക് അംജദിനെ ഇനി ഞാൻ കൊല്ലൂല ഇല്ല അത് ടോസ് ഇടും വായ സനൂപിന് പിടിക്ക് സനൂപ് വീടുപ്പേ
സനൂപ് കിടക്ക്. സനൂപിന് അല്ലെങ്കിൽ കുറച്ച് വെഗ്ലി കൂടുതലാണല്ലോ. എന്താ സനൂപിന് ആളെ മനസ്സിലായ? ഇല്ല ആളെ കൊണ്ടിരില്ലേ ഞങ്ങൾ. എന്റെ മൊമ്മ ആ MD ഒറ്റ കിടക്കണം നോക്കിയേ. പിടിച്ചടക്കണം മോനെ വീടും. അല്ലെങ്കിൽ MDനെ പിടിക്ക്. MDയും സനൂപ് ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുന്നു തോന്നുന്നു. വാ അതാ കാല് കെട്ടി. MDയുടെ കാല് കെട്ടി അവിടെ. മര്യാദ കിടക്കടാ. ആകെ അംജ മാത്രം മര്യാദ കിടക്കണമല്ലോ. അംജന് എന്തെങ്കിലും ക്ലൂ ഉണ്ടാ? ആരാന്നെങ്കിലും മനസ്സിലാവോ അംജദേ? മനസ്സിലാവോ? ഇത്ര പെട്ടെന്ന് മനസ്സിലായേ? ആളുടെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കാല്ലേ? ഓക്കെ, ഞാൻ പറയുമ്പോ അംജദ് കണ്ടിക്കണം കേട്ടാ. ഓക്കെ, നിക്ക് മിണ്ടാണ്ട് നിക്ക്. നീ അവസാനമായിട്ട് ചോദിക്കണം. എന്തെങ്കിലും ക്ലൂ ഉണ്ടാ? എന്തെങ്കിലും തോന്നുന്നു ആരാന്നറിയാൻ വല്ല ഗസ് ഉണ്ടാ? നിനക്ക് വേണ്ടി ദുബായിന്ന് വന്ന ആളാണ്. നിന്നെ കാണാൻ വേണ്ടി. ആരില്ല അല്ലേ? അല്ല ലേഡീസ് ലിസ്റ്റിലില്ല ആള്. അപ്പൊ ഒരു സംശയമില്ല. അപ്പൊ ആളെ കൊണ്ടുവരട്ടെ ഞാൻ. അതിനിപ്പോ ഞാൻ ഒരു മിനിറ്റ് അറിയാം. നീ അംജാൻ കരുതിട്ടാ. ബാക്കിക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ നീ തലകുത്തി വീഴും. ബാക്കിക്ക് കാല് വെച്ചാൽ തലകുത്തി വീഴും. ഫ്രണ്ടിക്കാണ് ഒരു മിനിറ്റ്. സൈഡിക്ക് മാത്രം കാല് വെച്ച. സൈഡിക്ക് വെക്ക്. വീഴും. വീഴും. പൊട്ടക്കോളാണ് പൊട്ട. വരാക്ക് കിട്ടാ. ഓക്കെ, മൈക്ക് വെക്ക ഞാൻ. എന്നാ ഒരു കാര്യം ചെയ്യാ. ആളെ ചെറിയൊരു ക്ലൂ കൊടുക്കാം അല്ലേ? കുറച്ച് പേരുണ്ട് കേട്ടാ. നീ ഇവനം തൊട്ടോക്ക്. മിണ്ടരുത് നീ. തലയില് മുട്ടി നോക്കിയിട്ട് നൈസലാണോ? പിന്നെ ആരാ? എന്റെ മാമ. നിങ്ങൊരു ക്ലൂ കിട്ടിയില്ല? നൈസലാന്ന് ഉറപ്പിക്കണ്ട. കുറച്ച് പറഞ്ഞോ. MD തൊട്ടോക്കിയാ? ഇല്ല MD തൊട്ടോക്കിയ. അംജ അവിടെ തന്നെ കിട്ടാ. അംജദേ, അവസാനമായിട്ട് ഒരാളും കൂടി തരാട്ടാ. ആളെ കൂടി ഗസ് ചെയ്. മനസ്സിലാവണ്ട? മനസ്സിലാവണ്ട? തടിയില്ല. അടിക്കാൻ പാടില്ല. 2000 രൂപ കളയും ഞാൻ. മറ്റല്ല. അപ്പൊ റെഡി അല്ലേ? MD കിട്ടിയാ? ഇല്ല MD കിട്ടിയില്ല. സനൂപിന് കിട്ടിയെന്ന് നോക്കിയാ. സനൂപ് പിടിച്ച് നോക്കിയേ. റെഡി അല്ലേ? 16 ഞാൻ കൊണ്ടുപോയി. നിങ്ങക്ക് കിട്ടുണ്ടാ? ഏകദേശം അത് സെന്ററിൽ വെച്ചാലോ? സെന്ററിൽ വെച്ചാലോ? ഇതിവിടെ വെച്ചാലോ? അപ്പൊ തുടങ്ങാ. ഇതാക്കിക്കോട്ടാ. റെഡി? അല്ല അംജദേ, എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുകയാണെങ്കിലേ നീ പയ്യെ. അല്ലല്ല, പേടിച്ച കണ്ണോടന്നോട്ടവൻ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്തിനാന്നറിയത്? ചാമ്പ്യനാണോ? ഇവർക്കൊക്കെ അറിയായിരുന്നോ? നബീലിനൊക്കെ അറിയായിരുന്നോ? എല്ലാവർക്കും അറിയായിരുന്നു. ഉമ്മക്ക്
ഇവരൊക്കെ ആ നീ അവരാണ് തൊട്ട് നോക്കിയത് മാമാന്ന് പറഞ്ഞില്ലേ നീ ഡാനിന്റെ മാമ. അയ്യോ അഞ്ചത് എങ്ങനെയുണ്ട്? സർപ്രൈസ് ഇങ്ങനെ സംഭവം ഞാൻ പ്രതീക്ഷിക്കില്ല. ഇതിപ്പോ എനിക്ക് വേണ്ടി ചെയ്താണോ? ഇവർക്ക് ആർക്കും ഇത് ചെയ്തിട്ടും വിശ്വാസമാണല്ലോ നീ ചാമ്പ്യൻ ആയിരുന്നു. ഇത് ചെയ്തിട്ടേ അങ്ങടെ ആരും വിശ്വസിക്കുന്നില്ല. ഇതെവിടെ സ്ഥലം? എന്താണ് ഫുൾ കിളി പോയാ? നോക്കേ, മഹാനായ തൃശ്ശൂർ ഫുഡ് സ്റ്റോറീസ് ഒക്കെ കാണാൻ വന്നിട്ടുള്ള. അതെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും ബില്ല് അപ്പൊ 2 ലക്ഷം രൂപന്ന് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഹാപ്പിയാണോ? ഹാപ്പി. നോക്കിയേ, മമ്മൂനെ കണ്ടപ്പോ ഞാൻ ആരെന്ന് വിചാരിച്ചേ? മമ്മൂന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സെറ്റ് അല്ലേ? സെറ്റ്. കേക്കൊക്കെ മുറിക്കണ്ടേ ഇനി നമുക്ക്? വേണോ? ഇവർക്ക് ആർക്കും നീ ഫസ്റ്റ് അടിച്ച് ഞാനിപ്പോ വിശ്വസിക്കാൻ പറ്റില്ലാന്ന്. പീളോ ഇവൻക്കേ ഫസ്റ്റ് അടിച്ച് ഞാനിപ്പോ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീഡിയോ അവന്റെ വാടാ. അംജദ് കപ്പെടുത്തു കഴിഞ്ഞാൽ എം ഡി മൊട്ടടിക്കുന്നു പറഞ്ഞിരുന്നു. ഇവൻ കപ്പടിക്കുന്നത് മനസ്സിലേക്ക് വിചാരിച്ചിട്ട് അടിക്കാന്ന് പറഞ്ഞേ ഡ്രിം എടുത്തിട്ട് വേടാ. അഹങ്കാരായി. ഇത്ര നേരം ആൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പൊ അഹങ്കാരായി. അന്ന് ഇവരെ കൊണ്ട് ഇനി കൊട്ടിക്കട്ടെ ബാക്കി. ആ കൊട്ടവായോ എല്ലാരും ബ്രോ അപ്പൊ കൊട്ട നമുക്ക്. അവിടെ നിക്ക്. അത്ഭുത നിമിഷാണ്. ഇനി ഇങ്ങനെ ചാമ്പ്യനായി വരാൻ പറ്റില്ല. ആ കപ്പ് എവിടെ? പറച്ചോനടുത്ത് കപ്പ് എവിടെ? കപ്പ് പിടിച്ച് നീ ഇങ്ങനെ നടക്കണം. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഇനി ഇങ്ങനെ പറ്റിയില്ലെങ്കില് പ്രൈസ് ആയപ്പോ അവനെ വിളിച്ചോളോ. നീ എന്താ ആദ്യം വിളിക്കാൻ ഞാൻ ചെയ്തേ? ഏയ് വേണ്ട, ഇത് കിട്ടാൻ വേണ്ടിട്ട്. വൃത്തികെട്ടവൻ. വായോ ഒയ്യോ. അപ്പൊ ഇത് പിടിക്ക്. എന്നാ ഡീൽ എടുത്തിട്ടാ
എന്താണ് അംജദിന് പറയാനുള്ളത്? ഞങ്ങളും പ്രതീക്ഷിച്ചില്ല നീ ജയിക്കും. ഇപ്പൊ ഇതായാ കിളി തിരിച്ചു വന്നാ? ഞങ്ങൾ ഇതിനൊന്നും പൈസ കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് ഓൾറെഡി 2 ലക്ഷം രൂപ കിട്ടിയില്ലേ. കിളി പോണ്. എന്നാലും എങ്ങനെയാണ് നീ ജയിച്ചത്? ഇപ്പൊ ഇനി ആൾക്കാർ വിചാരിക്കും ഇനി ഇത് നമ്മ വെറുതെ ഉണ്ടാക്കിയ നാടകാന്ന്. എങ്ങനെയാണ് ജയിച്ചത്? എങ്ങനെ ജയിച്ചത്? എങ്ങനെയാണ് ഇത്? ഏത് കോമ്പറ്റീഷനാണ് ജയിച്ചത്? ഡീറ്റെയിൽസ് അറിഞ്ഞു കൊടുക്കുക. സിയാൽ എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഓട്ടോക്രോസ് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷൻ ഫോർ നടത്തുന്ന ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൊത്തം എത്ര ഇതുണ്ടായിരുന്നു? ഒരു 10-20 പേരുണ്ടായിട്ടുണ്ടാവും. 20 പേരുണ്ടായിരുന്നു. എത്ര ദിവസത്തെ കോമ്പറ്റീഷൻ ആയിരുന്നു? ഇത് ഒരു കൊല്ലത്തെ മൊത്തം 8 റൗണ്ട് ഉണ്ടായിരുന്നു. എല്ലാതും കൂട്ടിയിട്ടുള്ള പോയിന്റ് കൂട്ടിയിട്ടുള്ളതാണ് ഈ ചാമ്പ്യൻഷിപ്പ്. എല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ ചാമ്പ്യൻഷിപ്പ് അല്ലേ? അങ്ങനെ അവസാനം എത്ര കൊല്ലത്തെ കാത്തിരിപ്പാണിത്? ഒരു കൊല്ലം. എത്ര നമ്മ തോൽവിയുടെ സീരീസ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? തോൽവി ജയിക്കണം. ജയാദിട്ടല്ലേ കാണുന്നത്. തോറ്റുമ്പോ പഠിച്ചു അങ്ങനല്ല അംജദേ, എന്തെങ്കിലും വിചാരിച്ചായിരുന്നോ ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുന്നത്? നീ വിചാരിച്ചിരുന്നോ? അംജദിനോട് വിശ്വാസം ഉണ്ടായിരുന്നു? നമ്മളെ പണ്ടോട്ട് 4 മണിക്കൂറിന്റെ 2 മണിക്കൂറിൽ എത്തിക്കുമ്പോ ഗൂഗിൾ മാപ്പിൽ 4 മണിക്കൂർ അംജദിന് 2 മണിക്കൂറാണ്. അപ്പൊ അംജദ് എന്നും കിങ്ങാണ്. പക്ഷെ ഞാനൊട്ടും വിചാരിച്ചില്ല കേട്ടോ, സത്യം പറയാലോ. നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ കോമ്പറ്റീഷന് വിളിക്കാഞ്ഞത്? നിനക്ക് ഞാനൊരു മാൻഡ്രേക്ക് ആയിട്ട് തോന്നിട്ടാ? എനിക്കിതിലെന്തോ തിരിമറി നടന്നുണ്ടോന്നൊരു സംശയം ഇല്ലേ? 2 ലക്ഷത്തിൽ 1 ലക്ഷം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിട്ട് കോയമ്പത്തൂരിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത്. എന്തോ ഒരു സംശയം ഉണ്ടല്ലോ. ജെന്യൂൻ തന്നെയല്ലേ? ഓക്കെ, അതിനുവേണ്ടി വിളിച്ചു വരുത്തിണ്ടായിരുന്നു ഞാൻ. ഇവൻ എവിടെയാണുള്ളത്? എന്തെങ്കിലും പേരാണ്? എന്നാ വേഗം കോയമ്പത്തൂർക്ക് വന്നു. വേഗം തൃശ്ശൂർക്ക് വരാനല്ല പറയണേ, വേഗം കോയമ്പത്തൂർക്ക് ഒരു കാര്യം ഉണ്ടെന്ന്. അവിടെ ചാമ്പ്യൻ ഇല്ലെങ്കിൽ ആരും എന്ത് രീതിയില് പറഞ്ഞ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പത്തെ ഫീലിങ്സ്? എങ്ങനെയുണ്ട് ശരിക്കും? പ്രതീക്ഷിച്ചല്ലേ? പ്രതീക്ഷിച്ചു. എനിക്കുള്ള തന്നെയാണോ? സെറ്റ് അല്ലേ? വാ, സ്റ്റേജൊക്കെ എവിടെ? ജീസേ, മാക്കാൻജീസ് ഇങ്ങോട്ട് വരൂ. എന്തെങ്കിലും ഇവൻ ജയിച്ച് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി പറയാം, ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാൾ എന്തായാലും വിജയിക്കും എനിക്കറിയാം. ജീസേ, എന്തെങ്കിലും ജയിക്കുന്നു വിചാരിച്ചിരുന്നാ? ഞാൻ അംജദിന്റെ ഒരു റേസ് ആണ് പറഞ്ഞ പോലെ കണ്ടിട്ടുള്ളത്. അതില് ആ പോളോ വണ്ടിയുടെ ബമ്പർ അങ്ങോട്ട് തെറിച്ചു പോകണുണ്ടപ്പോ ഞാൻ ഇവനെ എന്നാ F1 എടുക്കാന്ന് വിചാരിച്ചിട്ട് സത്യമായിട്ട് വിചാരിച്ചിട്ടില്ല. സത്യമായിട്ട് കിട്ടും വിചാരിച്ചിട്ടില്ല. ഓ, ഇങ്ങനെയൊക്കെ കോയമ്പത്തൂര് നടക്കേണ്ടത് ഞാൻ വിളിച്ചു നടന്നപ്പോഴാണ് അറിയണത്. കൺഗ്രാറ്റ്സ്. എന്നാലും നമ്മളെ പയ്യൻ ജയിച്ചു, കപ്പെടുത്തു. ഇനി ബാക്കി ഫുഡിന്റെ സെക്ഷനിലോട്ട് കിടക്കാം. അതിന് മുമ്പ് കുറച്ച് റീലും പരിപാടികളൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ അവർക്ക് എടുക്കട്ടെ. ഓക്കെ, കിട്ടണ്ട. അങ്ങനെ ഫുഡ് കഴിച്ചു, പടക്കം പൊട്ടി, നാസിക് ഡോൾ എല്ലാ പരിപാടികൾക്ക് ശേഷം നമ്മളുടെ ചാമ്പ്യനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊക്കെയാണ്. എന്താണ് അംജദിന് പറയാനുള്ളത്? സർപ്രൈസ് ആയോ? സർപ്രൈസായി. വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താണ് നീ വിചാരിച്ചിരുന്നത്? ഞാൻ ആരേലും വരും, ശിവന്മാരെ അഭിനയം കണ്ടിട്ട് എനിക്കറിയാം. എന്ത് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നൂടെ. ഇനി അംജദ് ഈ 2 ലക്ഷം രൂപ കിട്ടിയത് എങ്ങനെയൊക്കെയാണ്? എന്താണ് സംഭവം? പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. ഇത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആവുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ ഞങ്ങൾ കോയമ്പത്തൂർ പോയപ്പോൾ അവിടുത്തെ ഒരാളെ കണ്ടു. ഭയങ്കര കിടിലൻ മനുഷ്യനാണ്. പുള്ളി പറഞ്ഞത് അംജദ് തോൽക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ആൾക്ക് മോട്ടിവേഷനായിട്ട് ആൾ ഈ പരിപാടി തുടങ്ങിയാണ്. ആളിപ്പോൾ റാലി ഓടിക്കാൻ പോകണേ. റാലി ഓടിക്കാൻ പോണ്. അത് ഇന്ത്യയിൽ എത്ര പേര് റാലി ഓടിക്കണമെന്ന് പറഞ്ഞാൽ? 75 പേര്. ഇന്ത്യയിൽ ആകെ 75 പേര് റാലി ഓടിക്കണുള്ളൂ. നമ്മളുടെ ഇനി അടുത്ത ലക്ഷ്യം അതാണോ?
ഞാൻ ചെറിയ പരിപാടികളൊന്നും പിടിക്കില്ല. ഇറങ്ങണമെന്നുണ്ട് 2 കൊല്ലം. ഇനി നാട്ടിലത്തെ ചെറിയ പരിപാടികൾ റേസ് ചെയ്തിട്ടൊക്കെ ഇറങ്ങും. വലിയ വലിയ ആൾക്കാരൊന്നും ഇപ്പൊ ഇന്ത്യൻ പ്ലേയേഴ്സിന് ഇന്ത്യൻ ടീമിലുള്ള ആൾക്കാർക്ക് പറയില്ലേ അവര് 7സും 5സൊന്നും കളിക്കാൻ പാടില്ല. നാട്ടിലത്തെ ചെറിയ ചെറിയ ഇത്ര വലിയ ആളായോണ്ട് ഇത്ര വലിയ മഹാനായോണ്ട് ഇല്ല. അടിപൊളി ഇഷ്ടം പോലെ ആൾക്കാരാണ്. ആ ഒരു എളിമ, ആ ഒരു സിംപ്ലിസിറ്റിയാണ് അംജന്റെ വിജയത്തിന് പിന്നിൽ. അപ്പൊ എത്ര മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞൊരു കൊല്ലത്തെ ഇതായിരുന്നു 8 റൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, മൊത്തം എത്ര പോയിന്റ്സ് ആണ് അംജന് കിട്ടിയത്? 136. എക്സാമിനെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ? പഠിച്ചിട്ടുള്ള ഏതെങ്കിലും എക്സാമിന് 100 എല്ലാ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല ശരിക്കും. കാരണം ഞാൻ 2 റേസ് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് കിട്ടി. എന്നിട്ട് ഞാൻ തേർഡായിരുന്നു ഇന്നലെ പോകുമ്പോ. അതന്നെ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചത്. 10 എണ്ണത്തില് 2 എണ്ണം ഓടിച്ചിട്ടില്ല. 8 എണ്ണത്തിൽ 2 എണ്ണം ഓടിച്ചില്ലേ? 6 റേസ് ഓടിച്ച് 8 റേസിലാകെ 6 റേസ് ഓടിച്ചിട്ട് അംജദ് തൂക്കി 2 ലക്ഷം രൂപ. അംജദ് അങ്ങനെ റേസിന് ഇറങ്ങി കപ്പെടുത്തു. ഇനി അംജദിന് ഒരു തോൽവി പരാജയം ആരും പറയരുത്. തോറ്റു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ പരാജയം എന്ന് പറയാം. അതിനൊന്നും വേറെ ഇതുകളൊന്നും ഇല്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇനിയും നമ്മളുടെ വ്ളോഗ്സ് ഇങ്ങനെ വരും. വ്ളോഗുകളുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഞങ്ങൾ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, ഞങ്ങൾ എടുത്ത് തുടങ്ങണമുള്ളൂ അല്ലേ അംജദേ? ഇനി നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചൂടെ? അംജദിൻ്റെ റേസുകളൊക്കെ പ്രതീക്ഷിക്കാം. റേസിന് ഇറങ്ങാൻ താല്പര്യമുണ്ട്, വണ്ടി മോഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അംജദിനെ കോണ്ടാക്ട് ചെയ്യാം. അംജദിന്റെ കിട്ടുന്നതാണ്. അംജദിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അംജദിന് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഈ റേസിംഗ് താല്പര്യമുണ്ട്, എന്തെങ്കിലും ടിപ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അംജദിനെ കോണ്ടാക്ട് ചെയ്യാം. അറിവുള്ളവരൊക്കെ പറഞ്ഞു തരാം. സിംപ്ലിസിറ്റിയാണ് അംജദിന്റെ മെയിൻ. അപ്പൊ നാസിക് ഡോണിന്റെ ഇടയിൽ വെച്ചിട്ട് അംജദ് ഇങ്ങനെ പേടിച്ച് ഓളിടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിച്ച പോലെ പരിപാടി കളറായി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.